സോഷ്യൽ മീഡിയയിലെ ഒരു ചിത്രത്തിന് ഒരു ബേക്കറിയുടെ വിധി മാറ്റിമറിക്കാൻ കഴിയുമോ? കഴിയുമെന്നാണ് ചെന്നൈയിലെ ദി സ്റ്റെപ്പൻ ബേക്കർ എന്ന സ്ഥാപനത്തിന്റെ ഉടമ തൻവി ബൊക്കാരിയ സ്വന്തം അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ ജോസഫ് വിജയുടെ 52ാം ജന്മദിനാഘോഷത്തിൽ ഇടം പിടിച്ച ഒരു കേക്ക് ഒരു മാസത്തിന് ശേഷവും ചെന്നൈ നഗരത്തിൽ ഒടുങ്ങാത്ത തരംഗമായി തുടരുകയാണ്. ജൂൺ 22-നായിരുന്നു നടി തൃഷ വിജയ്ക്കൊപ്പമുള്ള ജന്മദിന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. എല്ലാത്തിനും അർത്ഥമുണ്ടാക്കുന്ന വ്യക്തിക്ക് ജന്മദിനാശംസകൾ എന്ന അടിക്കുറിപ്പോടെ എത്തിയ ചിത്രം നിമിഷങ്ങൾക്കകമാണ് വൈറലായത്. തൃഷ വിജയെ അൺഫോളോ ചെയ്തു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ വന്ന ഈ ചിത്രം ആരാധകർ അരിച്ചുപെറുക്കി പരിശോധിക്കാൻ തുടങ്ങി. ഈ സൂക്ഷ്മ പരിശോധന ചെന്നെത്തി നിന്നത് അവരുടെ മേശപ്പുറത്തിരുന്ന കേക്കുകളിലാണ്. ചിത്രം ഹിറ്റായതോടെ മേശപ്പുറത്തിരുന്ന മാംഗോ വാനില കേക്ക് തൻവിയുടെ ബേക്കറിയിൽ നിന്നുള്ളതാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു. അതോടെ തൻവിയുടെ ഫോണിലേക്ക് ഓർഡറുകളുടെ പ്രവാഹമായി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം ഇതേ മോഡലിലുള്ള 300 മുതൽ 400 വരെ കേക്കുകളാണ് ഈ ബേക്കറിയിൽ നിന്ന് വിറ്റഴിഞ്ഞത്. തന്റെ ടീമിലുള്ളവരെല്ലാം വിജയുടെ വലിയ ആരാധകരാണെന്നും ഈ അപ്രതീക്ഷിത വിജയം തങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നും തൻവി പറയുന്നുണ്ട്. ഈ കേക്കിന്റെ ജനപ്രീതി കാരണം ഉപഭോക്താക്കൾ ഇതിന് പുതിയൊരു പേരും നൽകി. മുൻപ് സാധാരണ മാംഗോ കേക്ക് എന്ന് വിളിച്ചിരുന്ന ഈ കേക്ക് ഇപ്പോൾ ചെന്നൈയിൽ അറിയപ്പെടുന്നത് CM കേക്ക് എന്നാണ്. ബേക്കറിയിൽ എത്തുന്നവർ ഇപ്പോൾ CM കേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാണ് ഓർഡർ കൊടുക്കുന്നത്. വിജയുടെ ജന്മദിന ചിത്രത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കേക്കുകളെ കുറിച്ചും ആരാധകർ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ തിരമിസു കേക്ക് ഹൈദരാബാദിലെ പ്രശസ്തമായ പാറ്റിസേരി കോൺകു കഫേയിൽ നിന്നുള്ളതാണെന്നും സ്ട്രോബെറി വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ചെന്നൈയിലെ ദി ഷെഫ് ഹൗസ് ബേക്കറിയിൽ നിന്നുള്ളതുമാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. വിജയിനെയും തൃഷയെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വഴി ഒരു സ്വകാര്യ ജന്മദിനാഘോഷത്തിൽ വിളമ്പിയ കേക്ക് ഇന്ന് ചെന്നൈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്.